ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് ഹിസ്റ്ററിയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഞാൻ കഴിഞ്ഞ വർഷങ്ങളിവിടെ 10ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പേര് റോയ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും ഹിസ്റ്ററിയിൽ ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് വിപ്ലവങ്ങളെക്കുറിച്ചാണ്. ലോകത്തെ സ്വാധീനിച്ച ഒരുപാട് വിപ്ലവങ്ങളുണ്ട്. ദ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. അപ്പോൾ ഈ റവല്യൂഷൻസ് അഥവാ വിപ്ലവങ്ങൾ അഥവാ വിപ്ലവങ്ങൾ അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്ത് ശരിക്കും ഈ റവല്യൂഷൻസ് നടന്നത്? അല്ലെങ്കിൽ വിപ്ലവങ്ങൾ എന്തിനു വേണ്ടിയാണ് നടന്നത്? ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ കോളനികളാക്കി മാറ്റിയിരുന്നു. ദാറ്റ് മീൻസ് അടിമ രാഷ്ട്രങ്ങളാക്കി മാറ്റിയിരുന്നു. ഇങ്ങനെ ഈ കൊളോണിയലിസത്തിൽ നിന്നും അഥവാ കോളനി വാഴ്ചയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി രാജ്യങ്ങൾ നടത്തിയതാണ് വിപ്ലവങ്ങൾ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഏതാണ്ട് രണ്ട് രീതിയിലൂടെ, ഇൻ ടു വേസ്. പീസ്ഫുൾ മീൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് സഹന സമരത്തിലൂടെയും ത്രൂ വാർ, യുദ്ധത്തിലൂടെയും. ഇപ്പോൾ യുദ്ധത്തിലൂടെയും സഹന സമരത്തിലൂടെയുമായിരുന്നു ഈ കോളനികൾ, ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്തല്ല, സഹന സമരത്തിലൂടെയായിരുന്നു. സത്യാഗ്രഹത്തിലൂടെയും സഹന സമരത്തിലൂടെയും നേടിയെടുത്തതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം. അത് ഒരു വശത്ത്. ഇപ്പോൾ സഹന സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത രാജ്യങ്ങളോടൊപ്പം തന്നെ യുദ്ധങ്ങളിലൂടെ, ആക്രമണങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, വിപ്ലവം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഇവിടെ സംഭവിച്ചു. സഹന സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത രാഷ്ട്രങ്ങളുണ്ട്, ആക്രമണത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത രാഷ്ട്രങ്ങളുണ്ട്. അപ്പം അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം എത്ര തരത്തിലാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. രണ്ട് തരത്തിലാണ്. ഒന്നെന്ന് പറയുന്നത് സഹന സമരത്തിലൂടെ, ആയുധമെടുക്കാതെയുള്ള പോരാട്ടം, പീസ്ഫുൾ മീൻസിലൂടെ. ആൻഡ് സെക്കൻഡ് വൺ, ആൻഡ് റവല്യൂഷൻ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ആയുധമെടുത്തുള്ള സായുധ പോരാട്ടം. ഇങ്ങനെ ലോകത്ത് വിപ്ലവങ്ങളിലൂടെ ലോകരാഷ്ട്രങ്ങൾ, ദാറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് കോളനികളായിട്ടുള്ള രാഷ്ട്രങ്ങൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു. അങ്ങനെ സ്വാതന്ത്ര്യം നേടിയെടുത്ത രാഷ്ട്രങ്ങൾ നടത്തിയ കുറേ വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അബൌട്ട് സം റെവല്യൂഷൻസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ വേൾഡ്. ലോകത്ത് സംഭവിച്ച കുറേയേറെ വിപ്ലവങ്ങളെക്കുറിച്ച്. And most important among them was American Revolution or American War of Independence. ഇതിന് നമുക്ക് ആദ്യമായിട്ട് വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഏറ്റവും വലിയ ഒരു വിപ്ലവമെന്ന് വിശേഷിപ്പിക്കാവുന്ന അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ റവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. തുടർന്ന് നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനുണ്ട്, ഫ്രഞ്ച് വിപ്ലവമുണ്ട്, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനുണ്ട്,
ചൈനീസ് റവല്യൂഷനുണ്ട്, ചൈനീസ് വിപ്ലവമുണ്ട്, റഷ്യൻ വിപ്ലവമുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 5ഓളം വിപ്ലവങ്ങൾ അടങ്ങിയ ഒരു അധ്യായമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എബൌട്ട് റവല്യൂഷൻസ് അഥവാ വിപ്ലവങ്ങളെക്കുറിച്ച്. ദ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഹോൾ വേൾഡ്. ലോക രാജ്യങ്ങളെ സ്വാധീനിച്ച വിപ്ലവങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഏതാണ്ട് 16th സെഞ്ച്വറിയിൽ, 16ാം നൂറ്റാണ്ടിൽ, that after the discovery of America, discovered by Christopher Columbus, ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടുപിടിച്ച അമേരിക്കയുടെ കണ്ടുപിടുത്തത്തെ തുടർന്ന് so many Europeans, the advent of Europeans to America, അമേരിക്കയിലേക്ക് യൂറോപ്യന്മാരുടെ കടന്നുവരവ് നമുക്ക് ആ സമയത്തുണ്ടായി. അമേരിക്കയെ സ്വന്തമാക്കാനുള്ള യൂറോപ്യന്മാരുടെ ശ്രമം, അമേരിക്കയെ കോളനിയാക്കാനുള്ള യൂറോപ്യന്മാരുടെ ശ്രമം 16ാം നൂറ്റാണ്ട് മുതൽ ആരംഭിക്കുന്നു. അങ്ങനെ ഇവിടത്തേക്ക് വന്ന, അമേരിക്കയിലേക്ക് വന്ന, നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന വൻകരയിലേക്ക് വന്ന്, വടക്കേ അമേരിക്ക എന്ന് പറയുന്ന വൻകരയിലേക്ക് വന്ന്, വടക്കേ അമേരിക്കയുടെ കിഴക്കേ ഭാഗത്തുള്ള 13 പ്രദേശങ്ങളെ സ്വന്തമാക്കുന്നു ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാഷ്ട്രം, യൂറോപ്യൻ രാഷ്ട്രം. വടക്കേ അമേരിക്കയുടെ കിഴക്കേ ഭാഗത്ത് 13, മറന്നു പോകരുത്, 13 സ്റ്റേറ്റുകൾ. ശരിക്കും നമ്മൾ ഇന്ന് കാണുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്ന അമേരിക്ക, ശരിക്കും ഉണ്ടാകാൻ പോവുകയാണ് ഈ സമയത്ത്. ഞാൻ പഠിപ്പിക്കുന്ന ആ കാലഘട്ടമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിട്ടില്ല. വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് 13 സ്റ്റേറ്റുകൾ ആണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഞാൻ പഠിപ്പിച്ച് തീരുമ്പോൾ 13 സ്റ്റേറ്റുകൾ കൂടി ചേർന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ വൻ ശക്തി ഉണ്ടാകുന്നത്. ഇന്നത്തെ അമേരിക്കയുടെ ഉദയമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വടക്കേ അമേരിക്കയിലേക്ക് വന്ന് കിഴക്കേ തീരത്ത് 13 സ്റ്റേറ്റുകളെ ഇംഗ്ലണ്ട് സ്വന്തമാക്കി. അപ്പോൾ ഈ 13 സ്റ്റേറ്റുകളെ സ്വന്തമാക്കിയ ഇംഗ്ലണ്ട് ഈ അമേരിക്കയുടെ അല്ലെങ്കിൽ 13 സ്റ്റേറ്റുകളുടെ മേൽ ധാരാളം ടാക്സുകളും ആക്ട്സുകളും നിയമങ്ങളും നികുതികളും അടിച്ചേൽപ്പിക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇവിടെ വന്നു, അമേരിക്കയിൽ വരികയും അമേരിക്കയിലെ 13 സ്റ്റേറ്റുകളെ സ്വന്തമാക്കുകയും ആ 13 സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ മേൽ ധാരാളം നികുതികളും ധാരാളം നിയമങ്ങളും അടിച്ചേൽപ്പിക്കുവാൻ അവർ ശ്രമിച്ചു, അല്ലെങ്കിൽ അവർ അത് ചെയ്തു. ഈ 13 സ്റ്റേറ്റുകളിലേക്ക്, അല്ലെങ്കിൽ 13 സ്റ്റേറ്റുകളെ സ്വന്തമാക്കിയ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാഷ്ട്രം, ആ യൂറോപ്യൻ രാഷ്ട്രം, ഈ കോളനികളിൽ നിന്നും, കോളനികളെന്നാണ് വിളിക്കുന്നത് ഇനി ഇവരെ, കാരണം ഇപ്പോൾ ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലാണ് ഈ 13 സ്റ്റേറ്റുകൾ. അപ്പോൾ തങ്ങൾ സ്വന്തമാക്കിയ ഈ കോളനികളിൽ നിന്നും ദേ കളക്റ്റഡ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത സാധനങ്ങൾ അവർ ശേഖരിച്ചു. അസംസ്കൃത സാധനങ്ങൾ അവർ 13 സംസ്ഥാനങ്ങളിൽ നിന്നും അസംസ്കൃത സാധനങ്ങൾ ശേഖരിച്ച് തങ്ങളുടെ രാഷ്ട്രമായ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി അവിടെ അത് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ആ ഉൽപ്പന്നങ്ങൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് അമേരിക്കയിൽ വിറ്റഴിച്ചു. അപ്പോൾ അമേരിക്കയെ അവർ എന്താക്കി മാറ്റി? അസംസ്കൃത സാധനങ്ങൾ ശേഖരിക്കാനുള്ള സ്ഥലമായും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റായും കമ്പോളമായും അമേരിക്കയെ മാറ്റി. ഈ സമ്പ്രദായത്തെ, ഈ സിസ്റ്റത്തെ നമുക്ക് വിളിക്കാം മെർക്കന്റലിസം. അപ്പം മെർക്കന്റലിസം എന്താണ്? മെർക്കന്റലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ കോളനിയാക്കിയിട്ട് അവിടെ നിന്ന് അസംസ്കൃത സാധനങ്ങൾ ശേഖരിക്കുകയും അതേ കോളനിയിൽ തന്നെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും ചെയ്യുമ്പോൾ ആ സമ്പ്രദായത്തെ വിളിക്കാം മെർക്കന്റലിസം. ഇപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാഷ്ട്രം
അമേരിക്കയിലെ 13 സ്റ്റേറ്റുകളെ തങ്ങളുടെ കോളനിയാക്കിയിട്ട് ഈ സ്റ്റേറ്റുകളിൽ നിന്നും അവർ അസംസ്കൃത സാധനങ്ങൾ ശേഖരിച്ച് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ആ ഉൽപ്പന്നങ്ങൾ തിരിച്ച് വീണ്ടും ഈ 13 സ്റ്റേറ്റിൽ അഥവാ അമേരിക്കയിൽ കൊണ്ടുവന്ന് വിറ്റഴിച്ചു അവർ പൈസ ഉണ്ടാക്കി. ഈ സിസ്റ്റത്തെ മെർക്കൻറ്റിലിസം എന്ന് വിളിക്കാം. അങ്ങനെ ഈ മെർക്കൻറ്റിലിസം അമേരിക്കയിൽ നടപ്പിലാക്കിക്കൊണ്ട് ബ്രിട്ടൻ കുറച്ച് മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ കൂടി ഇവിടെ അമേരിക്കയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഇപ്പോൾ മെർക്കൻറ്റിലിസം എന്താണെന്ന് മനസ്സിലായി. കോളനികളിൽ നിന്നും അസംസ്കൃത സാധനങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോയി ഉൽപ്പന്നങ്ങളാക്കിയിട്ട് തിരിച്ച് വീണ്ടും ഈ കോളനികൾ കൊണ്ട് വിറ്റഴിക്കുന്ന സിസ്റ്റമാണ്, സമ്പ്രദായമാണ് മെർക്കൻറ്റിലിസം. കൂടാതെ അമേരിക്കയുടെ മേൽ ബ്രിട്ടൻ ചില നിയമവ്യവസ്ഥകൾ മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന പേരിൽ ചില നിയമവ്യവസ്ഥകൾ കൂടി നടപ്പിലാക്കി. എന്താണ് മെർക്കൻറ്റിലിസ്റ്റ് ലോസ്? മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ എന്നാൽ എന്ത് എന്ന് നമുക്ക് നോക്കാം. 5 വ്യവസ്ഥകളാണ് മെർക്കൻറ്റിലിസ്റ്റ് നിയമവ്യവസ്ഥയിൽ ബ്രിട്ടൻ അമേരിക്കയിൽ നടപ്പിലാക്കുന്നത്. 1, ബ്രിട്ടൻ അമേരിക്കയോട് പറഞ്ഞു, ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലാണ് അമേരിക്ക, ബ്രിട്ടൻ്റെ കോളനിയാണ് അമേരിക്ക. ആ അമേരിക്കയോട് ബ്രിട്ടൻ പറഞ്ഞു, നിങ്ങൾ നടത്തുന്ന ട്രേഡ്, അമേരിക്ക നടത്തുന്ന ടു ആൻഡ് ഫ്രോ ട്രേഡ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ ഏത് രാജ്യത്തിൽ വേണമെങ്കിലും വിറ്റഴിക്കാം, കൊണ്ടുപോകാം. മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാം. അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ ഏത് രാജ്യത്തിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം, അവർക്കത് വിൽക്കാം. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, സ്വന്തം കപ്പലുകൾ മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ കപ്പലുകൾ ഉപയോഗിക്കണം. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? മെർക്കൻറ്റിലിസ്റ്റ് നിയമവ്യവസ്ഥയിലെ ആദ്യ നിയമം, ബ്രിട്ടൻ അമേരിക്കയോട് പറഞ്ഞു, നിങ്ങൾ നടത്തുന്ന കച്ചവടം, മറ്റ് രാജ്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് കച്ചവടം നടത്താം, ടു ആൻഡ് ഫ്രോ ട്രേഡ് ചെയ്യാം. പക്ഷേ ആ കച്ചവടം നടത്തുമ്പോൾ നിങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോകുന്നതും സാധനങ്ങൾ കൊണ്ടുവരുന്നതും അമേരിക്കക്കാർക്ക് സ്വന്തം കപ്പലുകൾ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ കപ്പലുകൾ മാത്രം. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ ഉപയോഗിക്കാൻ പാടില്ല അമേരിക്ക. അപ്പോൾ മറ്റ് രാഷ്ട്രങ്ങളുടെ കപ്പലുകൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് അവർ ഈ വ്യവസ്ഥയിലൂടെ കൊടുത്തത്. കച്ചവടം നടത്തുമ്പോൾ ഒന്നുകിൽ അമേരിക്കൻ ഷിപ്സ്, ദെയർ ഓൺ ഷിപ്സ്, അല്ലെങ്കിൽ ഷിപ്സ് ഓഫ് ബ്രിട്ടൻ്റെ കപ്പലുകൾ. അതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത് അവർ പറഞ്ഞത്, സം ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ അമേരിക്ക സച്ച് ആസ് ഓർ ലൈക്ക് ഷുഗർ, പഞ്ചസാര, കോട്ടൺ, പരുത്തി, ഊൾ, കമ്പിളി ആൻഡ് ടുബാക്കോ, പുകയില, അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സാധനങ്ങൾ, the goods that produced in America such as tobacco, sugar, wool and cotton. ഈ പരുത്തിയും കമ്പിളിയും പഞ്ചസാരയും പുകയിലയും അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സാധനങ്ങൾ ബ്രിട്ടന് മാത്രമേ വിൽക്കാവൂ. ദാറ്റ് മീൻസ് മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാൻ പാടില്ല. മെർക്കൻറ്റിലിസ്റ്റ് വ്യവസ്ഥയിലെ രണ്ടാമത്തെ നിയമം, മെർക്കൻറ്റിലിസ്റ്റ് ലോസിലെ രണ്ടാമത്തെ ലായാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സാധനങ്ങൾ വിൽക്കുന്നത് ബ്രിട്ടന് മാത്രമായിരിക്കണം. സാധനങ്ങൾ ഏതാണെന്ന് ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിക്കേ. പഞ്ചസാര, പരുത്തി, കമ്പിളി, ഊൾ, പുകയില, ടുബാക്കോ. അപ്പം അതും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2 നിയമങ്ങൾ ഞാൻ പറഞ്ഞു, മെർക്കൻറ്റിലിസ്റ്റ് ലോസിലെ 2 നിയമങ്ങൾ ഞാൻ പറഞ്ഞു.
മൂന്നാമത്തത്, അമേരിക്കയിലെ ന്യൂസ് പേപ്പേഴ്സ്, അമേരിക്കയിലെ വർത്തമാന പത്രങ്ങൾ, അമേരിക്കയിലെ മറ്റു ലഘുലേഖകൾ, മറ്റ് ഡോക്യുമെൻറ്റ്സ്, മറ്റ് പ്രമാണങ്ങൾ, ലൈസൻസുകൾ, അമേരിക്കക്കാരുടെ വർത്തമാന പത്രങ്ങൾ, ലൈസൻസുകൾ, ലഘുലേഖകൾ, മറ്റു പ്രമാണങ്ങൾ, ഇതിലെല്ലാം ബ്രിട്ടൻ്റെ സ്റ്റാമ്പ് പതിച്ചിരിക്കണം. പൈസ കൊടുത്ത് ബ്രിട്ടൻ്റെ സ്റ്റാമ്പ്. നമുക്കറിയാലോ, നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന വസ്തു വാങ്ങിക്കുമ്പോൾ പ്രമാണം ചെയ്യാറുണ്ട്. ഭാരത സർക്കാരിൻ്റെ സ്റ്റാമ്പ് പതിച്ച പ്രമാണമാണത്. അല്ലാതെ പാകിസ്ഥാൻ്റെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെയോ ഒന്നുമല്ല. നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന വസ്തു വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രമാണം ചെയ്യുമ്പോൾ ഭാരത സർക്കാരിൻ്റെ 50 രൂപ മുതൽ ആയിരക്കണക്കിന് രൂപ വിലയുള്ള സ്റ്റാമ്പുകളുണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുമ്പോൾ അമേരിക്കയോട് ബ്രിട്ടൻ പറഞ്ഞത് ബ്രിട്ടൻ്റെ സ്റ്റാമ്പ് പതിച്ച അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ സ്റ്റാമ്പ് പതിച്ചിരിക്കണം, അതിനകത്ത് വേണം ഇതെല്ലാം തയ്യാറാക്കാൻ. ന്യൂസ് പേപ്പറിൽ പോലും ബ്രിട്ടൻ്റെ സ്റ്റാമ്പ് പതിച്ചിരിക്കണം. ദാറ്റ് മീൻസ് ആ പൈസ മുഴുവൻ ബ്രിട്ടനിലേക്ക് ഡ്രെയിൻ ചെയ്യും, ഒഴുകും, ബ്രിട്ടനിലേക്ക് പോകും. ഇതായിരുന്നു അമേരിക്കയോട് ബ്രിട്ടൻ പറഞ്ഞ മൂന്നാമത്തെ വ്യവസ്ഥ. 4, ഈ 13 കോളനികളിലും അമേരിക്കയിൽ ബ്രിട്ടൻ നിലനിർത്തിയിട്ടുള്ള 13 കോളനികൾ, ഈ 13 കോളനികളിലും ബ്രിട്ടൻ്റെ മിലിറ്ററി യൂണിറ്റ് ഉണ്ട്. ബ്രിട്ടൻ എക്സിസ്റ്റഡ് their own military system in 13 colonies. 13 കോളനികളിലും ബ്രിട്ടൻ്റെ സൈന്യമുണ്ട്, സേനയുണ്ട്. ആ സേനയ്ക്ക് വേണ്ടുന്ന ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ്, ആഹാരവും മറ്റ് അവിടെ താമസ സൗകര്യങ്ങളും അമേരിക്കയിൽ ബ്രിട്ടൻ നിലനിർത്തിയിട്ടുള്ള സേനയുടെ മുഴുവൻ ചെലവും നമുക്ക് ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം, ദ ഹോൾ എക്സ്പെൻസ്, അത് മുഴുവൻ അമേരിക്കക്കാർ വഹിക്കണം. 13 കോളനികളും ബ്രിട്ടൻ്റെ മിലിറ്ററി യൂണിറ്റ് ഉണ്ട്, മിലിറ്ററി ട്രൂപ്സ് ഉണ്ട്. ആ സൈന്യത്തിൻ്റെ മുഴുവൻ ചെലവും അമേരിക്കക്കാർ വഹിക്കണം. ഇതായിരുന്നു 4ാമത്തേത്. മെർക്കന്റിലിസ്റ്റ് ലോസ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമായിട്ട് 3 മാർക്കിന് ചോദിക്കുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടതിന് ശേഷം ആ ടെക്സ്റ്റ് എടുത്ത് ഒന്ന് വായിച്ച് നോക്കണം. എന്നെ പഠിപ്പിച്ച ഭാഗം മുഴുവൻ, എന്നാലും മെർക്കന്റിലിസ്റ്റ് ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തൊന്ന് വായിച്ച് നോക്കണം. ഇനി 1 more ലോ, അതിനകത്ത് ഒരു പോയിന്റും കൂടി പറയാനുണ്ട്. പിന്നീട് അമേരിക്കയോട് ബ്രിട്ടൻ പറഞ്ഞത്, ഞങ്ങൾ, ദാറ്റ് മീൻസ് ബ്രിട്ടൻ, ബ്രിട്ടനിൽ നിന്നും തേയില, ടീ, ഗ്ലാസ്, കണ്ണാടി ആൻഡ് പേപ്പർ, കടലാസ്, തേയില, കണ്ണാടി, കടലാസ്, ഇത് ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവരും. കപ്പലിൽ കൊണ്ടുവന്ന് ഇവിടെ ഇമ്പോർട്ട് ചെയ്യും. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടിംഗ് ടാക്സ്, ഇറക്കുമതി തീരുവ, നികുതി, അത് അമേരിക്ക കൊടുക്കണം. അപ്പം നമ്മൾ വീട്ടിൽ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ കൂടുതൽ സാധനങ്ങളുണ്ടെങ്കിൽ എയർപോർട്ടിൽ കൊണ്ടുവരുന്നയാളാണ് ടാക്സ് അടയ്ക്കേണ്ടുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇംഗ്ലണ്ട് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ടാക്സ് അമേരിക്കക്കാർ കൊടുക്കണം. ഇങ്ങനെ 5 ലോസാണ് ഈ മെർക്കന്റിലിസത്തിൽ ബ്രിട്ടൻ അമേരിക്കയോട് പറഞ്ഞത്. ഇതിനെയാണ് മെർക്കന്റിലിസ്റ്റ് ലോസ് എന്ന് പറയുന്നത്. മെർക്കന്റിലിസം എന്നാൽ എന്തെന്ന് ഞാൻ പറഞ്ഞു. അമേരിക്കയിൽ നിന്നും അസംസ്കൃത സാധനങ്ങൾ ശേഖരിച്ച് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി അതിന് ഉൽപ്പന്നങ്ങളാക്കി തിരിച്ച് വീണ്ടും അമേരിക്കയിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്ന ആ സിസ്റ്റമാണ് മെർക്കന്റിലിസം. ആ മെർക്കന്റിലിസത്തിൽ 5 നിയമവ്യവസ്ഥകളാണ് ഇപ്പോൾ ബ്രിട്ടൻ നടപ്പിലാക്കിയത്. ഇപ്പോൾ മെർക്കന്റിലിസ്റ്റ് ലോയിൽ ഫസ്റ്റ് 1, ബ്രിട്ടൻ അമേരിക്കയോട് പറഞ്ഞു
അമേരിക്ക നടത്തുന്ന ടു ആൻഡ് ഫ്രോ ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ ഏതെങ്കിലും രാജ്യത്തിലേക്ക് കൊണ്ടുപോയി വിറ്റഴിക്കുന്നതും മറ്റ് രാജ്യങ്ങളിലുള്ള സാധനങ്ങൾ അമേരിക്കയിൽ കൊണ്ടുവരുന്നതും എങ്ങനെയായിരിക്കണം? അമേരിക്കയുടെ കപ്പലുകൾ, അമേരിക്കയ്ക്ക് സ്വന്തം കപ്പലുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആരുടെ കപ്പലുകൾ? ബ്രിട്ടൻ്റെ കപ്പലുകൾ. ഓക്കെ അല്ലേ? 2, അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില സാധനങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വൺസ് അഗൈൻ ഞാൻ പറയാം. അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, പരുത്തി, ഊൾ, കമ്പിളി, ടുബാക്കോ, പുകയില, അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സാധനങ്ങൾ ഇംഗ്ലണ്ടിന് മാത്രമേ വിൽക്കാവൂ, ഇംഗ്ലണ്ടിന് മാത്രമേ കൊടുക്കാവൂ. ഇതായിരുന്നു 2ാമത്തെ നിയമം. മെർക്കന്റലിസ്റ്റ് ലോസിലെ സെക്കൻഡ് ലോ ഇതാണ്. 3ാമത്തത്, അമേരിക്കയിലെ വർത്തമാന പത്രങ്ങൾ, ലൈസൻസുകൾ, ലഘുലേഖകൾ, മറ്റു പ്രമാണങ്ങളിൽ ആരുടെ സ്റ്റാമ്പ് പതിച്ചിരിക്കണം? ബ്രിട്ടൻ്റെ. ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിച്ചിരിക്കണം. 4, അമേരിക്കയിൽ ബ്രിട്ടൻ്റെ മിലിറ്ററി ട്രൂപ്പ് ഉണ്ട്, മിലിറ്ററി യൂണിറ്റ് ഉണ്ട്, മിലിറ്ററി സിസ്റ്റം ഉണ്ട്, സൈനിക അല്ലെങ്കിൽ സേനയെ നിലനിർത്തിയിട്ടുണ്ട്. ഈ സേനയുടെ മുഴുവൻ ചെലവും അമേരിക്ക വഹിക്കണം. ലാസ്റ്റ്, ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയിലയും അല്ലെങ്കിൽ തേയില, ഗ്ലാസ്, കടലാസ്, ഈ സാധനങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ ടാക്സ് അമേരിക്ക കൊടുക്കണം. ഇങ്ങനെ മെർക്കന്റലിസ്റ്റ് ലോസിലൂടെ അമേരിക്കയുടെ ട്രേഡ് കൺട്രോൾ ഇപ്പോൾ ബ്രിട്ടൻ്റെ കൈകളിലാണ്. ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാസ് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. നിങ്ങൾ ആദ്യം വീഡിയോ ക്ലിപ്പ് നല്ലതുപോലെ കേൾക്കുക, കാണുക. അതിനുശേഷം കൂടെ തന്നെ ടെക്സ്റ്റ് എടുത്ത് വെച്ചൊന്ന് വായിച്ച് നോക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ച് അറിയിച്ചാൽ മതി, പ്രിൻസിപ്പലിനെ വിളിച്ച് അറിയിച്ചാൽ മതി. നമുക്ക് അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്യാം. ഏതായാലും തൽക്കാലം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണും വരെ ഓക്കെ, ബൈ.